ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും പച്ചമുളകുമായി നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി റെഡിയാക്കാം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ജീരകം, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കഴിയാവുന്ന സമയത്ത് 2 വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ചേർത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. കൂടെ അതിലേക്ക് 2 കൊത്ത് കറിവേപ്പില ചേർക്കുക. ഇത് നമ്മുടെ വീട്ടിലെ ചെടിയിലുണ്ടായതാണ് കേട്ടോ, അതുകൊണ്ട് നല്ല സ്മെല്ലാണ് കറിവേപ്പിലയ്ക്ക്. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതോടുകൂടി നമുക്കൊരു തക്കാളി, ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി ഒന്ന് വാടി വരട്ടെ. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്തോടുകൂടി നമുക്ക് ഒരു 2 പച്ചമുളക് നടുകീറിയതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ട് കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. പച്ചമുളക് നന്നായി ഇളക്കിയിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലപ്പൊടിയുടെ പച്ച സ്മെല്ല് എന്നൊക്കെ പറയില്ല, ഒരു കുത്തണ മണം, അതൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുക. ഗരം മസാല ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 2-3 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർത്തോളൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരേക്കും. പിന്നെ ആവശ്യത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്, കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയുടെ കൂടെ വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ കുറച്ചേ ഉള്ളൂ വെച്ചെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുറച്ച് നല്ല രീതിയിൽ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത്. പക്ഷെ അതിലുള്ള ഈ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ഉരുളക്കിഴങ്ങ് കഴിക്കാനാണ് ഇത് രസം ഉണ്ടാവും. ഇതിന് കൂടി ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ വല്ലാണ്ട് ലൂസായി പോകും. നമുക്കങ്ങനെ വല്ലാണ്ട് ലൂസായിട്ടുള്ളൊരു കറി വേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ അതേ വേവ് തന്നെയാണ് നമ്മുടെ ചിക്കനും വരുന്നത്. അപ്പോൾ രണ്ടും ഒരേ ഒരു വേവായതുകൊണ്ട് കണ്ടോ, ഇപ്പോൾ ഏകദേശം ഗ്രേവി പോലെ ആയില്ലേ. ഇതിൻ്റെ കൂടെ ഞാൻ 2 കൊത്ത് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എത്ര ചേർത്താലും നല്ലത് തന്നെയാണ്, നല്ലൊരു മണവും സ്വാദും ഉണ്ടാവും, ആരോഗ്യം നല്ലതുമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത്